അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. വിജയമാണ് റമദാൻ. എങ്ങനെയാണ് ഒരു വിശ്വാസിക്ക് റമദാൻ വിജയമാകുന്നത്? നമ്മൾ ഭൗതികമായി ആലോചിച്ചാൽ വിശപ്പ് സഹിച്ച്, ദാഹം സഹിച്ച്, ഉറക്കം ഒഴിവാക്കി, സമ്പത്ത് ചെലവഴിച്ച്, ഇബാദത്തുകൾക്ക് വേണ്ടി, അതായത് പ്രാർത്ഥനകൾക്കും ദിക്റുകൾക്കും ഖുർആൻ പാരായണത്തിനും നമസ്കാരങ്ങൾക്കും വേണ്ടി ധാരാളം സമയം മാറ്റിവെക്കുമ്പോൾ പല കാര്യങ്ങളും പല വിനോദങ്ങളും നമ്മുടെ മനസ്സിനെ ആകെ ഇഷ്ടപ്പെടുത്തുന്ന പല കാര്യങ്ങളിൽ നിന്നും നമ്മൾ വിട്ടു നിൽക്കുമ്പോൾ അത് നഷ്ടപ്പെടുത്തുമ്പോൾ പരാജയത്തിലേക്കല്ലേ ഭൗതികമായി നമ്മൾ എത്തുക? പക്ഷേ ഇസ്ലാം നമ്മോട് പറയുന്ന വിജയം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തുള്ള ഒരു അളവുകോല് വെച്ചും അതിനെ അളക്കാൻ, അതിനെ തിട്ടപ്പെടുത്തുവാൻ നമുക്ക് സാധ്യമല്ല. ഫലസ്തീൻ വിജയിക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ അവിടെയുള്ള 2.5% ആളുകൾ രക്തസാക്ഷികളായി. 80% കെട്ടിടങ്ങൾ തകർക്കപ്പെട്ടു. സ്കൂളുകളും ആശുപത്രികളും അവരുടെ ആശ്വാസ കേന്ദ്രങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ടും അവരിപ്പോഴും പുഞ്ചിരിക്കുന്നുണ്ട് എങ്കിൽ അവരിലൂടെ വലിയ ഒരു സന്ദേശം ഇസ്ലാം മുന്നോട്ട് വെക്കുന്നുണ്ട്. അതായത് വിജയം എന്ന് പറഞ്ഞാൽ ഈ ദുനിയാവിലുള്ള നശ്വരമായ, എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ നമ്മിൽ നിന്ന് നിർബന്ധമായും നഷ്ടപ്പെടുവാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഉറപ്പുള്ള വസ്തുക്കളെ അറിഞ്ഞുകൊണ്ട് നഷ്ടപ്പെടുത്തി അതിന് പകരമായിക്കൊണ്ട് പരലോകത്ത് അതിനേക്കാൾ വലിയ ഒരു സ്ഥാനം നമുക്ക് ലഭിക്കും. ഇവിടെ ഖുർആൻ പാരായണം ചെയ്താൽ അതിൻ്റെ സമയം ഉറക്കത്തിന് വേണ്ടിയോ കളിതമാശകൾക്ക് വേണ്ടിയോ നമ്മൾ ഒരുക്കി വച്ചിരുന്ന ആ സമയത്തെ ഇസ്ലാമിന് വേണ്ടി പ്രയോജനപ്പെടുത്തുമ്പോൾ അള്ളാഹു ആ സമയത്തെ എടുത്തു വെക്കുകയും പരലോകത്ത് അതിനുള്ള വലിയ പ്രതിഫലം ആളുകൾ കാണെ നമുക്ക് നൽകുകയും ചെയ്യും. ഇവിടെ നമുക്ക് സമ്പത്ത് ചെലവഴിക്കുമ്പോൾ കുറയുന്നു എങ്കിൽ അള്ളാഹു അതിനെ ഭീമമായ മലകൾ പോലെ വളർത്തി വലുതാക്കി അത് നമുക്കുള്ള നിധിയായിട്ട് എടുത്തു വെക്കും. ഇങ്ങനെ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളെയും അള്ളാഹുവിന് വേണ്ടി, ദീനിന് വേണ്ടി നമ്മൾ ത്യജിക്കുവാൻ തയ്യാറാകുമ്പോൾ പരലോകത്ത് കണ്ണഞ്ചിപ്പിക്കുന്ന, നമുക്ക് ചിന്തിക്കുവാൻ പോലും കഴിയാത്ത രൂപത്തിലുള്ള സൗഭാഗ്യങ്ങൾ അള്ളാഹു ഇവിടെ നൽകും. ഒരു ചോദ്യം കേട്ടിട്ടില്ലേ? മൻ ദല്ലദി യുഖ്രിദുല്ലാഹ ഖർളൻ ഹസന. അള്ളാഹ്ക്ക് വേണ്ടി കടം കൊടുക്കുവാൻ ആരാണുള്ളത്? അയാൾക്ക് യുദാഇഫുഹു ലഹു വലഹു അജ്റുൻ അലീം. അത് അവൻ എത്രയാണോ ഇരട്ടിയാക്കാൻ ഉദ്ദേശിക്കുന്നത് അത്രയും